ഇടുക്കിയിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കൂടുതൽ ശക്തമായ നടപടികളുമായി വനം വകുപ്പ്. നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കുന്നതും ചിന്നക്കനാലിൽ പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീം സജ്ജമാക്കുന്നതും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതുമാണ് പുതിയ പദ്ധതികൾ. കഴിഞ്ഞ 4-5 വർഷത്തെ ഇടപെടലുകളുടെ ഫലമായി മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഇനി വരുന്ന 5 വർഷത്തിനുള്ളിൽ ഇത്തരം മരണങ്ങൾ 0-ലെത്തിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ഒരു വർഷത്തിലെ കോൺഫ്ലിക്റ്റ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ 50-ൽ താഴെയായിട്ടുണ്ട്. സാധാരണ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം 160-നും 200-നും ഇടയ്ക്കുള്ള ആൾക്കാരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 4-5 വർഷത്തെ പ്രയത്നത്തിന്റെ ഒരു ഫലമായിട്ട് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പാമ്പ് കടി ഏറ്റിട്ടുള്ള മരണം അത് ഓൾമോസ്റ്റ് 1/3 ആയിട്ട് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും വരുന്ന ഒരു 5 വർഷത്തിൽ അത് 0 എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഉദ്ദേശം. ജില്ലയിൽ നിലവിലുള്ള എല്ലാ നഷ്ടപരിഹാര അപേക്ഷകളും 2 ആഴ്ചയ്ക്കുള്ളിൽ തീർപ്പാക്കാനാണ് തീരുമാനം. ഇതിനായി ഈ വർഷം അനുവദിച്ച പ്രത്യേക ഫണ്ടിന്റെ വിനിയോഗം വേഗത്തിലാക്കും. കഴിഞ്ഞ ഒരു വർഷം തൊട്ടാണ് നമുക്ക് കാര്യമായിട്ട് നഷ്ടപരിഹാരത്തിന് തുക കിട്ടി തുടങ്ങിയത്. ഈ വർഷം എക്സ്ക്ലൂസീവ്ലി ഒരു 100 കോടി രൂപയോളം നഷ്ടപരിഹാരത്തിനും അതുപോലെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനുമായിട്ട് നീക്കിയിരിപ്പ് വന്നിട്ടുണ്ട്. അതിന്റെ റിലീസും വന്നിട്ടുണ്ട്. വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സർക്കിളിന്റെ കീഴിലുള്ള എല്ലാ കോമ്പൻസേഷൻ പെൻഡൻസിയും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ചിന്നക്കനാലിൽ പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീം പുനർസജ്ജമാക്കുന്നതിനൊപ്പം സ്റ്റേ സൗകര്യവും കൺട്രോൾ റൂമും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും. വന്യജീവി സംഘർഷ മേഖലകളിൽ പ്രതികരണം കൂടുതൽ വേഗത്തിലാക്കാനാണ് ലക്ഷ്യം. എക്യുപ്മെന്റ്സിന്റെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫണ്ടിങ്ങിൽ മൂന്നാർ RRT കംപ്ലീറ്റ്ലി എക്യുപ്പ് ചെയ്തു. അവരുടെ ടൂൾ റൂംസ് ഒരു വട്ടം മേ ബി വിഷ്വൽസ് എടുക്കാനും മാത്രമുണ്ട്. അത്ര നന്നായിട്ട് അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ചിന്നക്കനാലും അവർക്ക് ആദ്യം വേണ്ട ഒരു സ്റ്റേ ഫെസിലിറ്റിയാണ്. സ്റ്റേ ഫെസിലിറ്റിയും ടൂൾ റൂം ഫെസിലിറ്റിയും എല്ലാം കൂടി ചേർത്തിട്ട് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. വന്യജീവി ശല്യം ഏറ്റവും കൂടുതലായ പ്രദേശത്തിൽ ഫെൻസിംഗ് പ്രവർത്തനങ്ങളും ശക്തമാക്കും. ചിന്നാർ റോഡിന്റെ വീതി കൂട്ടാൻ ആവശ്യമായ അനുമതികൾ ലഭ്യമാക്കുന്നതിനൊപ്പം വനംവകുപ്പ് പിന്തുണ നൽകുമെന്നും അധികൃതർ പറഞ്ഞു. മെയിനായിട്ട് കോമ്പൻസേഷൻ പെൻഡൻസി മുഴുവൻ തീർക്കുക, NOC അതിന്റെ പെൻഡൻസി ഉണ്ടെങ്കിൽ അത് തീർക്കുക, പഴയ ലോങ് പെൻഡിങ് ആയിട്ടുള്ള ഒഫൻസുകൾ ഉണ്ടെങ്കിൽ അത് പറ്റാവുന്നിടത്തോളം ക്ലിയർ ചെയ്ത് തീർക്കുക എന്നുള്ളത്. പിന്നെ 250 കിലോമീറ്റർ ഫെൻസിങ് ത്രൂ ഔട്ട് കേരള പറയുന്നുണ്ട്. അതിൽ ദേവികുളത്തിനും മൂന്നാർ ഡിവിഷനും അവരുടേതായിട്ടുള്ള ടാർഗറ്റ്സ് ഉണ്ട്, അത് തീർക്കുക. എക്സിസ്റ്റിംഗ് ഫെൻസിങ് എല്ലാം തന്നെ പ്രവർത്തനക്ഷമമാക്കി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. പിന്നെ വിസ്ത ക്ലിയറൻസ് അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്, അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.